SAP ക്യാമ്പിലെ പോലീസ് ട്രെയിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം. ട്രെയിനിയായിരുന്ന ആനന്ദിന് ക്യാമ്പിൽ വെച്ച് പീഡനമുണ്ടായെന്നും ജാതി അധിക്ഷേപം നേരിട്ടെന്നും കുടുംബം ആരോപിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ കുടുംബം മൃതദേഹവുമായി പ്രതിഷേധിച്ചു. സംഭവത്തിൽ പേരൂർക്കട പോലീസിന് പരാതി നൽകി. സമാധാനം കിട്ടാൻ വേണ്ടി ഇതിനെക്കുറിച്ച് എന്താണെന്ന് നിങ്ങൾ അറിയണം. അല്ലാതെ എനിക്ക് എൻ്റെ അമ്മയ്ക്കും ഇതിന് ഒരു സമാധാനമില്ല. അവർ മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം മീനാങ്കൽ സ്വദേശിയായ ആനന്ദിനെയാണ് ഇന്ന് രാവിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ആനന്ദ് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. പിന്നീട് ചികിത്സയ്ക്ക് ശേഷം പേരൂർക്കട SAP ക്യാമ്പിൽ വിശ്രമിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകനാണ് ക്യാമ്പിലെ ബാരക്കിൽ തൂങ്ങി മരിച്ച നിലയിൽ ആനന്ദിനെ കണ്ടെത്തുന്നത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം പറയുന്നത്. ക്യാമ്പിനുള്ളിൽ വെച്ച് മേലുദ്യോഗസ്ഥരിൽ നിന്ന് മാനസിക പീഡനവും ജാതി അധിക്ഷേപവും ഉണ്ടായെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അവ എൻ്റെ അടുത്ത് കാര്യങ്ങൾ ഓണത്തിന് വന്നപ്പോഴും ചെറിയ സൂചനകൾ തന്നിട്ടുണ്ട്. എനിക്ക് ചേട്ടാ പറ്റുന്നില്ല, അവിടെ മാനസികമായിട്ട് ഞാൻ ഭയങ്കര ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും അങ്ങനെയാണ് അവൻ പറയണം. നല്ല ജാതിപരമായിട്ടും എല്ലാ ഇതുമായിട്ടും അവൻ നല്ല രീതിയിൽ അവിടെ ടോർച്ചർ അനുഭവിക്കുന്നുണ്ട്. അവനെ കപിൽദാർ എന്ന് പറയുന്ന സാറ് നല്ലപോലെ അവനെ പീഡിപ്പിക്കുന്നുണ്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ടും അവനെ തളർത്തിയാണ്. ഈ 3 മാസം കൊണ്ട് അവൻ നല്ല രീതിയിൽ അവിടെ നല്ല ഡിപ്രഷൻ അനുഭവിക്കുകയാണ്. ജോലിയിൽ കയറി മാസങ്ങൾ മാത്രം പിന്നിട്ടപ്പോഴേക്കും ആനന്ദിന് ജോലിയിൽ മടുപ്പ് തോന്നി. ആദിവാസി കാണി വിഭാഗത്തിൽപ്പെട്ട ആനന്ദിന് എന്നാൽ ജോലി ഉപേക്ഷിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. ഓരോന്നും അപ്പോഴും അമ്മയും ആരെയും അറിയിക്കേണ്ട അവൻ മുന്നോട്ടുള്ള ഭാവി എന്താവും എന്ന് അങ്ങനെ ചിന്തിച്ചാണ് അവൻ ഓരോന്നും പറയാതെയും അവൻ ഉൾക്കൊണ്ട് മാനസികമായിട്ട് അവൻ തളർന്നു പോയത്. അവന് എന്ത് ചെയ്യണമെന്നുള്ളൊരിതില്ലായിരുന്നു. ആദ്യം ജീവനൊടുക്കാൻ ശ്രമിച്ചതിനു ശേഷം ഉന്നത ഉദ്യോഗസ്ഥരെത്തി സംസാരിക്കുകയും കാര്യങ്ങൾ നോക്കാനായി ഒപ്പം ഒരാളെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. ട്രെയിനിങ്ങിന്റെ ഭാഗമായി B കമ്പനി പ്ലാറ്റൂണുമായി നിയമിച്ച ശേഷമാണ് ആനന്ദിന് സമ്മർദ്ദം തുടങ്ങിയതെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം പേരൂർക്കട പോലീസിൽ പരാതി നൽകി. ആദ്യത്തെ കാരണം തന്നെ ഒരു കയ്യിൽ ഒരാൾ ആത്മഹത്യ ചെയ്താൽ ഒരു കയ്യിൽ ഒരു മുറിവ് അല്ലെങ്കിൽ 2 മുറിവേ കാണുള്ളൂ. ഇത് ഇടത് കയ്യിൽ അകത്തും പുറത്തും മാർപ്പുണ്ട്. രണ്ടാമത് വലത് കയ്യിൽ അതേ കണക്കിന് മുറിവുണ്ട്, അതേപോലെ അറുത്തിട്ടുണ്ട്. പിന്നെ ഈ കയ്യിൽ ഇടത് കയ്യിൽ 6-7 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് പോയിട്ട് വലത് കയ്യിൽ അടിഭാഗത്ത് ഈ ഭാഗത്താണ് മുറിവ്. ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സംസാരിക്കണമെന്ന ആവശ്യവുമായി ബന്ധുക്കൾ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ മൃതദേഹവുമായി പ്രതിഷേധിച്ചു. എൻ്റെ അമ്മ എന്ന് മാത്രം ആഗ്രഹിച്ച് ജോലി പോസ്റ്റിൽ വരാൻ. ഒടുവിൽ SAP ക്യാമ്പിലെ കമാൻഡർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിച്ചതിനു ശേഷമാണ് മൃതദേഹം കൊണ്ടുപോകാൻ കുടുംബം തയ്യാറായത്. പോലീസ് ആത്മഹത്യകൾ ഗൗരവപൂർവ്വം കാണുന്നുണ്ടെന്നും അവ പരിഹരിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും പറയുമ്പോഴും വീണ്ടും പോലീസ് ആത്മഹത്യകൾ തലപൊക്കുകയാണ്. അപ്പോൾ ഇവയൊന്നും പ്രായോഗികമായി ഫലം കാണുന്നില്ല എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. ക്യാമറമാൻ MG മഞ്ജുഷിനൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.